Hi all. Today we'll discuss about enterprise resource planning (ERP) implementation methodologies. We have to discuss ERP implementation methodologies, ERP implementation steps, and also we have to discuss the issues and challenges in the implementation stage of ERP. Right. So let's start with the ERP implementation methodologies. Mainly, മൂന്ന് ടൈപ്പ് മെത്തഡോളജീസ് ആണ് ERP ഇംപ്ലിമെൻറ്റേഷനിൽ യൂസ് ചെയ്യുന്നത്. ഒന്ന് ദ ബിഗ് ബാങ്, സെക്കൻഡ് വൺ മോഡുലാർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് തേർഡ് വൺ പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. ദ ബിഗ് ബാങ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എൻ്റയർ കമ്പനി സിസ്റ്റം മുഴുവൻ ഇപ്പോൾ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന സിസ്റ്റം മുഴുവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയ ERP സോഫ്റ്റ്വെയർ ഫ്രഷായിട്ട് പുതിയ പ്രോസസ്സും പുതിയ സ്ട്രാറ്റജിയും ഇംപ്ലിമെൻറ്റ് ചെയ്യും. എ ന്യൂ ബിഗിനിങ് വിത്ത് ERP സോഫ്റ്റ്വെയർ. ഇതുവരെയുള്ള എല്ലാ സ്ട്രാറ്റജിയും എല്ലാ പ്രോസസ്സും മാനുവലായിട്ട് എല്ലാ പ്രോസസ്സും നിർത്തി വെച്ചിട്ട് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ബിഗ് ബാങ് കൺസെപ്റ്റ്, ദ ബിഗ് ബാങ് മെത്തഡോളജി. റൈറ്റ്. മോഡുലാർ ഇംപ്ലിമെൻറ്റേഷനോ, ഒരു ബിസിനസ്സിൻ്റെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ്, പല മോഡ്യൂൾസ് ഉണ്ടാവും. അതിൽ ഓരോ ചില ടിപ്പിക്കൽ മോഡ്യൂൾസ് മാത്രം എന്ത് ചെയ്യുന്നു, ERPയിലേക്ക് മാറുന്നു. പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷനോ, ചില ടിപ്പിക്കൽ ബിസിനസ് പ്രോസസ്സ് മാത്രം ERP സോഫ്റ്റ്വെയറിലേക്ക് മാറുന്നു. ഇതാണ് ഡിഫറൻസ്. ബിഗ് ബാങ് എന്ന് വെച്ചാൽ ഓവർ കംപ്ലീറ്റ് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ്ലി നിർത്തി വെച്ചിട്ട് ERP സോഫ്റ്റ്വെയറിലേക്ക് കംപ്ലീറ്റ്ലി മാറുന്നു, ഫുള്ളി ന്യൂ ബിഗിനിങ്. മോഡുലാർ വെച്ചാൽ ടിപ്പിക്കൽ മോഡ്യൂൾസ് മാത്രം ERPയിലേക്ക് മാറുന്നു. പ്രോസസ്സിൽ ടിപ്പിക്കൽ പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ടിപ്പിക്കൽ പ്രോസസ്സ് മാത്രം ERPയിലേക്ക് മാറുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ മൂന്ന് വിധത്തിലാണ് ERP ഇംപ്ലിമെൻറ്റേഷൻ മെത്തഡോളജീസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. ദ ബിഗ് ബാങ്, മോഡുലാർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. ജനറലി ERP ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ, പ്ലാൻ, അനലൈസ്, എക്സിക്യൂട്ട്, വാലിഡേറ്റ്, ഡിപ്ലോയ്. ഇങ്ങനെ 6 ഫേസസ് ആണുള്ളത്. അതായത് റിക്വയർമെൻറ്റ് റിസർച്ച്, ഓർഗനൈസ് പ്രോജക്റ്റ്, ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ, സൊല്യൂഷൻ ഡിസൈൻ, പ്രൊഡക്ഷൻ സിസ്റ്റം സെറ്റപ്പ്, എൻഡ് യൂസർ ട്രെയിനിങ്. അങ്ങനെ നമുക്കൊരു ജനറലൈസ് ചെയ്യാം. നമുക്കിതിന് ഒരു ജനറൽ കൺസെപ്റ്റാണിത്. ഈ ഒരു നമുക്ക് മൊത്തത്തിലൊരു ഓവർവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്, ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട് അതിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് ഓരോ ഫേസിലും. ജനറലി നമുക്ക് പ്രിപ്പയർ, പ്ലാൻ, അനലൈസ്, എക്സിക്യൂട്ട്, വാലിഡേറ്റ് ആൻഡ് ഡിപ്ലോയ് എന്ന് പറയാം ERP ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്സിന്. ഓക്കെ. ദെൻ വി ആർ മൂവിങ് ടുവേർഡ്സ് ദ എന്താണ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP. അതും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്തൊക്കെ നമ്മളൊരു ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് വരാം, എന്തൊക്കെ ചലഞ്ചസ് വരും, എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് റാപ്പിഡ് ഇംപ്ലിമെൻറ്റേഷൻ. നല്ല രീതിയിൽ കെയർ വേണം ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേജിലും. ഓക്കെ. അറ്റ് എ ടൈം എല്ലാം കൂടി അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഒറ്റയടിക്ക് സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മൊത്തം ഇതായിപ്പോവും, പ്രോബ്ലംസ് ആയിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് പ്രോബ്ലംസ് സംഭവിക്കും. ഓക്കെ. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ERP സോഫ്റ്റ്വെയർ ബൈ ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ. സെക്കൻഡ് വൺ കോംപ്ലക്സിറ്റി ഇൻ ഓപ്പറേഷൻസ്. അതായത് ERP ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഓർഗനൈസേഷൻ്റെ ഡിസൈഡ് ഔട്ട്കമ്മിലേക്ക് അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് എത്താൻ ചിലപ്പോൾ ഇതായിരിക്കും, ഒരു പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത പോലെ ആയിരിക്കില്ല ശരിക്കും ആ ഒരു പ്രോപ്പർ നമ്മൾ ഉദ്ദേശിച്ച പോലെ സോഫ്റ്റ്വെയർ എത്തിയിട്ടുണ്ടാവില്ല ചില സെക്ഷനിൽ, ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പറേഷൻസിൽ, കമ്പനിയുടെ വർക്കിങ്ങിൽ ചിലപ്പോൾ ചില പ്രോബ്ലംസ് സംഭവിക്കാം. റൈറ്റ്. തേർഡ് വൺ ഓവർ റൺ ബഡ്ജറ്റ്. ഓക്കെ. എന്തൊക്കെ പറയുകയാണെങ്കിലും ഒരു ERP സോഫ്റ്റ്വെയർ ബൈ ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷണൽസിലെ വെക്കുക, വാട്ട് എവർ ഇറ്റ് ഈസ്. നല്ലൊരു ബഡ്ജറ്റ്, നല്ലൊരു എന്തൊക്കെ പറയണമെങ്കിൽ എക്സ്പെൻസീവാണ്, നീഡ് മണി. ഓക്കെ.
അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ലാക്ക് ഓഫ് ട്രെയിനിങ്. ഫോർത്ത് വൺ, ലാക്ക് ഓഫ് ട്രെയിനിങ്. അപ്രോപ്രിയേറ്റഡ് ഉള്ള ട്രെയിനിങ് ഈസ് വെരി എസെൻഷ്യൽ. ഓക്കെ, അത് ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആയാലും അത് യൂസ് ചെയ്യാനായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായാലും വളരെ എക്സ്പീരിയൻസ്ഡ് ട്രെയിൻഡ് പ്രൊഫഷണൽസിൻ്റെ സർവീസ് ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റാണ്. റൈറ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ റിക്വയർമെൻറ്റ് അനാലിസിസ്. അതാണ് അനദർ പ്രോബ്ലം. ലാക്ക് ഓഫ് പ്രോപ്പർ അനാലിസിസ് ഓഫ് റിക്വയർമെൻറ്റ്സ് വിൽ ലീഡ് ടു നോൺ അവൈലബിലിറ്റി ഓഫ് സർട്ടൻ എസെൻഷ്യൽ ഫങ്ഷനാലിറ്റീസ്. പ്രോപ്പറായിട്ട് റിക്വയർമെൻറ്റ് അനാലിസിസ് നടത്തിയില്ലെങ്കിൽ ആ ഓപ്പറേഷൻസ് ERP സോഫ്റ്റ്വെയർ റൺ ചെയ്യുമ്പോൾ ഓരോ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. ലാക്ക് ഓഫ് പ്രോപ്പർ റിക്വയർമെൻറ്റ് അനാലിസിസ്. ദെൻ സിക്സ്ത് വൺ, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ്. ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് സീനിയർ മാനേജ്മെൻറ്റ് കയ്യിൽ നിന്ന് ഈ പ്രൊഫഷണൽസിനായാലും ഈ ERP വെൻഡേഴ്സിനായാലും കിട്ടിയില്ലെങ്കിൽ അതും എന്ത് ചെയ്യുന്നു, ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ്. സെവൻത്ത് വൺ, കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്. അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് മോഡ്യൂൾസ് ആണ്. അത് ഒരു പല മോഡ്യൂൾസ് ഉണ്ടാവും, അതിനൊക്കെ പ്രോപ്പർലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കോറിലേറ്റ് ചെയ്ത് എല്ലാ ബിസിനസ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും മാനേജ് ചെയ്യാൻ സാധിക്കണം. അതാണ് അതിന് ERP സോഫ്റ്റ്വെയറിന് സാധിക്കണം. ദാറ്റ് ഈസ് ദ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്. കോമ്പാറ്റബിൾ ആയിരിക്കണം ERP സോഫ്റ്റ്വെയർ. ഏതൊരു ഓർഗനൈസേഷനിലും ഇൻസ്റ്റാൾ ചെയ്താലും അവിടുത്തെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. വാട്ട് എവർ ഇറ്റ് ഈസ്, എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യണേ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് കോറിലേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു സ്മൂത്ത് ഫങ്ഷനിങ് ERP സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. അത് അല്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ഇഷ്യൂസ്. ഓക്കെ, അടുത്തത് കോസ്റ്റ് ബർഡൻ. ഓക്കെ, അത് പ്ലാനിങ്ങിൻ്റെ സമയത്ത് ചെയ്യേണ്ടതാണ് കോസ്റ്റ്. അപ്പോൾ ഡീറ്റെയിൽ പ്ലാൻ മസ്റ്റ് ബി ദെയർ വിത്ത് എ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഓഫ് റിക്വയർമെൻറ്റ് ഷുഡ് ബി വർക്ക്ഡ് ഔട്ട്. ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ വേണം. എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അപ്പോൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഇതൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താവും, ഒരു ബർഡൻ ആവും കോസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം. അതുകൊണ്ട് റിക്വയർമെൻറ്റ്സിൽ കൃത്യമായിട്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യണം. വാട്ട് വി ഹാവ് ടു ഡു, which all departments are there, what is their functionings, what is their motto, everything must be discussed in a proper manner. Okay, otherwise it will create cost burden. Ninth one, inadequate investment in infrastructure. അതായത് ഈ ERP സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് വെരി എസെൻഷ്യൽ എന്ന് പറയും. ഓക്കെ, അതായത് ERP ആപ്ലിക്കേഷൻ മോഡ്യൂൾസ് റിക്വയർ ഗുഡ് പ്രോസസ്സിംഗ് സ്പീഡ് ആൻഡ് അഡിക്വേറ്റ് സ്റ്റോറേജ്. നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെഷീനറി, എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് കപ്പാസിറ്റി, ഇതൊക്കെ വേണം ഒരു കമ്പനി ആകുമ്പോൾ. എന്നാലേ ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം സ്മൂത്താവും. സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്, സ്പീഡ് കൂടും, ആക്യുറസി കൂടും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, എംപ്ലോയീസിൻ്റെ കാലിബർ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, മെഷീനറി, അതുകൂടാതെ സ്റ്റോറേജ് കപ്പാസിറ്റി, ഇതൊക്കെ നല്ല രീതിയിൽ അതിന് സപ്പോർട്ടീവായിട്ട് വേണം. അതർവൈസ് എന്ത് സംഭവിക്കും, ഇഷ്യൂസ് വിൽ ബി ജനറേറ്റഡ്. ഓക്കെ, ദെൻ 10th വൺ, ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസ്. അത് ടെക്നോളജി റിലേറ്റഡ് മാത്രമല്ല, ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസും നമുക്ക് ERPയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് ആ പ്രൊഫഷണലിസം ഇല്ലാത്ത ERP മാനേജ് ചെയ്യുന്ന ടെക്നോക്രാറ്റ്സ്, അല്ലെങ്കിൽ പ്രൊഫഷണലിസം ഇല്ലാത്ത എംപ്ലോയീസ്. ഓക്കെ, ഇതെല്ലാം എന്ത് സംഭവിക്കും, ERP സോഫ്റ്റ്വെയറിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിനെ ബാധിക്കും. സോ ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസും, ഇത് ഇതിൻ്റെ എൻഡ് യൂസേഴ്സ് ആരാണോ അവരിൽ നിന്നും, ഇതിനെ യൂസ് ചെയ്യുന്നത് ആരാണോ ആ പ്രൊഫഷണൽസിൽ നിന്നും, ആ ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ചലഞ്ചസ് ഈ ERP സോഫ്റ്റ്വെയർ എൻവയറൺമെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഹ്യൂമൻ റിലേറ്റഡ് ഇഷ്യൂസ് ആർ ഓൾസോ എക്സ്പെക്റ്റഡ്. ഓക്കെ, ദെൻ 11th വൺ, പുവർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. എക്സലൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് വളരെ
അത്യാവശ്യമാണ് എന്തിന് സക്സസ്ഫുൾ ERP ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് എന്തിന് പ്രോപ്പറായിട്ടുള്ള ഒരു ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷന് അല്ലെങ്കിൽ യൂസേജിന്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇഷ്യൂസ് വിൽ ബി ക്രിയേറ്റഡ്. ഓക്കെ, സോ ഐ എം ഹിയർ ബൈ ബ്രീഫിംഗ് ദ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ഇഷ്യൂസ്, വരാവുന്ന ചലഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. We can summarize them into 11. Okay, first one rapid implementation, second one complexity in operations, third one overrun budget, fourth one lack of training, fifth one lack of proper requirement analysis, sixth one lack of support from senior management, seventh one compatibility issues, eighth one cost burden, ninth one inadequate investment in infrastructure, 10 human related issues, 11 poor project management. These 11 all are the issues and challenges in the implementation stage of ERP. Okay, അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്സ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ നമുക്ക് പ്രിപ്പയർ, പ്ലാൻ, അനലൈസ്, എക്സിക്യൂട്ട്, വാലിഡേറ്റ് ആൻഡ് ഡിപ്ലോയ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാം. ഇത്രയും സ്റ്റെപ്സാണ് വരുന്നത്. പ്രിപ്പയർ ചെയ്യുക, അത് കഴിഞ്ഞ് പ്ലാൻ ചെയ്യുക, അനലൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് ബിസിനസ് മോഡൽസ്, എക്സിക്യൂട്ട് ചെയ്യുക, വാലിഡേറ്റ് ചെയ്യുക, ഓപ്പറേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെന്ന് വാലിഡേറ്റ് ചെയ്യുക, ഡിപ്ലോയ്മെൻറ്റ് പ്രോപ്പർ ഇൻ ദ ഡിപ്ലോയ്മെൻറ്റ്. ഇത്രയും മെയിൻ ഫങ്ഷൻസാണ് ERP ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത്. ERP ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത് പ്രിപ്പയർ, പ്ലാൻ, അനലൈസ്, എക്സിക്യൂട്ട്, വാലിഡേറ്റ് ആൻഡ് ഡിപ്ലോയ്. ഓക്കെ, ERP ഇംപ്ലിമെൻറ്റേഷൻ മെത്തഡോളജീസ് എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്കിതിനെ കാറ്റഗറൈസ് ചെയ്യാം. ദ ബിഗ് ബാങ്, മോഡുലാർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. ബിഗ് ബാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മൊത്തം ഒരു മാനുവൽ സിസ്റ്റത്തെ ഫുള്ളി സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യും. എല്ലാ ഫങ്ഷൻസും, എല്ലാ മോഡ്യൂൾസും, എല്ലാ പ്രോസസ്സസും എല്ലാം, എവറിത്തിങ് വിൽ ബി കൺവേർട്ടഡ് ടുവേർഡ്സ് ദ ERP സോഫ്റ്റ്വെയർ. ഒരു ന്യൂ ബിഗിനിങ്. മോഡുലാർ ഇംപ്ലിമെൻറ്റേഷനോ ടിപ്പിക്കൽ മോഡ്യൂൾസ് മാത്രം, ഒരു ബിസിനസ് എൻവയറമെൻറ്റിലെ ടിപ്പിക്കൽ മോഡ്യൂൾസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു ടിപ്പിക്കൽ മോഡ്യൂൾസ് മാത്രം നമ്മൾ ERP സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് മാറുന്നു. പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷനോ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഒരു ബിസിനസ് എൻവയറമെൻറ്റിൽ. അതിലെ ടിപ്പിക്കൽ പ്രോസസ്സ് മാത്രം, മോഡ്യൂൾസ് അല്ല, നടക്കുന്ന ചില പ്രോസസ്സുകൾ മാത്രം, ഓപ്പറേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ടിപ്പിക്കൽ പ്രോസസ്സ് മാത്രം പതുക്കെ എന്ത് ചെയ്യുന്നു, ERPയിലേക്ക് മാറുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. റൈറ്റ്, ഇത് മൂന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ മെത്തഡോളജിയും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ERP ഇംപ്ലിമെൻറ്റേഷൻ മെത്തഡോളജീസ് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ദ ബിഗ് ബാങ് മെത്തഡോളജി, മോഡുലാർ ഇംപ്ലിമെൻറ്റേഷൻ, പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇത് 3 കൺസെപ്റ്റ്, 3 അപ്രോച്ചും പല ബിസിനസ് എൻവയറമെൻറ്റിലും അപ്ലൈ ചെയ്യുന്നുണ്ട് ഇന്നും. ഓക്കെ, അത് എനിവേ ബേസിക്കലി ഫുള്ളി എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ERPയുടെ എഫക്റ്റ് കിട്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം നമുക്കറിയാം. ബിഗ് ബാങ് തന്നെ യൂസ് ചെയ്യണം. ബിഗ് ബാങ് ആണ് ജനറലി പ്രിഫർ ചെയ്യുക. കാരണം ഒരു ERPയുടെ ഫുള്ളി ഫങ്ഷൻസ്, ഫുള്ളി ഒരു എന്താ പറയുക യൂട്ടിലിറ്റീസ്, അല്ലെങ്കിൽ ഫുള്ളി അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സ്ട്രാറ്റജി മുഴുവൻ നിർത്തി വെച്ചിട്ട് ഫുള്ളി അത് ഓട്ടോമേറ്റ് ചെയ്യണം. ഫുള്ളി IT ഓറിയൻറ്റഡ് ERP സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് മാറണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് ERP ഇംപ്ലിമെൻറ്റേഷൻ്റെ യൂട്ടിലൈസേഷൻ പ്രോപ്പറായിട്ട് വരുള്ളൂ. ഓക്കെ, എനിവേ 3 തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ട്. ദ ബിഗ് ബാങ്, മോഡുലാർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് പ്രോസസ് ഓറിയൻറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, that's all about the ERP implementation methodologies, ERP implementation steps and issues and challenges in the implementation of ERP. Okay, I'm hereby concluding.